വാരിയർ കുടീരം. തലമുറകളായി സമ്പന്നതയുടെ ചിഹ്നമായ ആ വീട്ടിൽ കുലപതിയായി താമസിക്കുന്നത് രാമനാഥ വാര്യർ. പക്ഷേ ആ വീടിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഭാഗ്യം ലഭിച്ചവർക്ക് മാത്രം അറിയാം അവിടെ പണം മാത്രമല്ല അഹങ്കാരവും ഉണ്ടെന്ന്. അവരുടെ ഏക മകൻ അർജുൻ വാര്യർ അച്ഛൻ്റെ ബിസിനസ് പാരമ്പര്യം ഏറ്റെടുക്കാനായി വിദേശത്ത് പഠിച്ചു വന്ന ആഡംബരവും സ്വാഭിമാനവും നിറഞ്ഞ യുവാവ്. ഒരു ദിവസം ആ വീട്ടിൽ അനാഥയായ ഒരു പെൺകുട്ടി വീട്ടുജോലിക്കായി എത്തുന്നു. കാണാൻ നല്ല ചന്തമുള്ള ഒരു പെൺകുട്ടി. നല്ല വെളുത്ത നിറം, മുട്ടറ്റം മുടി, വിടർന്ന കണ്ണുകൾ. പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്ന മായ തൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടതോടുകൂടി അനാഥയായി. അങ്ങനെയാണ് അവൾ വാരിയർ കുടീരത്തിൽ എത്തിപ്പെട്ടത്. പക്ഷേ വാരിയർ കുടീരം അത്ര എളുപ്പത്തിൽ ഒരാളുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന വീടല്ല. പക്ഷേ മായ വന്ന ദിവസം തന്നെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം നേടി. പക്ഷേ അർജുന് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ അവളെ കാണുമ്പോഴെല്ലാം പരിഹാസം പറയും. നീ ഇവിടെ എന്തിനാ വന്നത്? പുണ്യാളിത്തിയാവാനാണോ ദാസിയാവാനാണോ? അതു കേട്ട മായ വെറുതെ ചിരിച്ചു. ദാസിയാകുന്നത് പാപമല്ല സാറേ, ദയ കാണിക്കുന്നതാണല്ലോ മനുഷ്യൻ ആകാൻ വഴിയാക്കുന്നത്. ആ മറുപടി അർജുനന്റെ മനസ്സിൽ എന്തോ ചലനമുണ്ടാക്കി. പക്ഷെ അവന്റെ അഹങ്കാരം അത് സമ്മതിച്ചില്ല. ദിവസങ്ങൾ കടന്നു. മഴയുടെ സമാധാനമുള്ള സ്വഭാവം വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറ്റി. അമ്മയായ ഗിരിജ വാരിയർ അവളെ മകളെ പോലെ കണ്ടു തുടങ്ങി. അവർക്കറിയാമായിരുന്നു ആ പെൺകുട്ടിയിൽ എന്തോ ദിവ്യത്വമുണ്ട്. ഒരു ദിവസം വീട്ടിൽ വലിയ വിരുന്ന്. അതിഥികൾ നിറഞ്ഞു. അവിടെ മദ്യപിച്ച ഒരു അതിഥി മായയെ അവഹേളിച്ചു. മുറി മുഴുവൻ നിശബ്ദം. ആ നിമിഷം അർജുൻ മുന്നോട്ട് വന്നു. മായയെ മോശമായി കാണാൻ ആരും ശ്രമിക്കരുത്. അവൾ ഈ വീടിൻ്റെ മാനമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ മായയുടെ കണ്ണിൽ കണ്ണീർ പൊഴിഞ്ഞു. ആ ദിനം മുതൽ അർജുനന്റെ ഹൃദയം മാറിത്തുടങ്ങി. അവൻ അവളെ ദാസിയായല്ല മനുഷ്യനായി കാണാൻ തുടങ്ങി. അവളുടെ ധൈര്യം, നിഷ്കളങ്കത, ആത്മവിശ്വാസം എല്ലാം അവനെ ആകർഷിച്ചു. പക്ഷേ അവൻ തൻ്റെ പ്രണയം പറയാൻ പേടിച്ചു. സമൂഹം എന്തു പറയും? അച്ഛൻ എങ്ങനെ പ്രതികരിക്കും? ഒരു ദിവസം രാത്രി മഴ പെയ്യുന്ന വേളയിൽ മായ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ ഏറെ സ്നേഹം കിട്ടി. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം സ്വയം തീർക്കണം. അതിനാൽ എനിക്ക് ഇവിടെ നിന്ന് പോകണം. അവൾ വാതിൽ കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ അർജുൻ ഓടി വന്നു. മായ, നീ എവിടേക്കാണ് പോകുന്നത്? നീയില്ലാതെ എനിക്ക് പറ്റില്ല. മായ, നീ ദാസിയല്ല, നീ എനിക്കുള്ള ദേവതയാണ്. ഈ വീടിൻ്റെ വിളക്കാണ്. നിന്റെ സത്യസന്ധതയാണ് എന്നെ മനുഷ്യനാക്കിയത്. നീയില്ലാതെ എൻ്റെ ജീവിതം ശൂന്യമാണ്. മായയുടെ കണ്ണിൽ ആ നിമിഷം തെളിഞ്ഞത് വിശ്വാസത്തിൻ്റെ പ്രകാശം. രാമനാഥ വാരിയർ അതെല്ലാം കണ്ടുനിന്നു. അദ്ദേഹം അർജുൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, മോനെ,
ഒരാളുടെ വംശം അവൻ്റെ രക്തത്തിലല്ല, മനസ്സിലാണ്. മായയാണ് ഈ വീടിൻ്റെ യഥാർത്ഥ വെളിച്ചം. അങ്ങനെ ആ വീട്ടിൽ ആദ്യമായി അഹങ്കാരത്തിനു പകരം വിനയം പൂത്തു. അനാഥയായ മായ വാരിയർ കുടീരത്തിലെ ഒരംഗമായി തീർന്നു.